എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണനും ഹനുമാനും തമ്മിലുള്ള പൊതുവായ കുറച്ച് കാര്യങ്ങളാണ്. രണ്ടുപേരും പർവ്വതം തൂക്കിയവരാണ്. ഹനുമാൻ സഞ്ജീവനിക്കായി ഔഷധങ്ങൾ നിറഞ്ഞ മരുത്വാപർവ്വതം വഹിച്ചുകൊണ്ട് വരികയും ചെയ്തു. സംശയാതീതമായ ദൃഢഭക്തിയോടെ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരിയും. പക്ഷേ ഒരു വ്യത്യാസം, ഹനുമാൻ സഞ്ജീവനി പർവ്വതം 2 തവണ തൂക്കി. ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരിയെ പല നാളുകൾ പിടിച്ചുകൊണ്ടു നിന്നു. രണ്ടുപേരും വിശ്വരൂപം ധരിച്ചു. ഹനുമാൻ 2 തവണയും ശ്രീകൃഷ്ണൻ 3 തവണയും. രണ്ടുപേരും ദൗത്യവൃത്തി നിർവഹിച്ചു. ഹനുമാൻ ലങ്കയിൽ സീതാദേവിയെ തേടിപ്പോയെങ്കിലും രാവണസഭയിൽ ശ്രീരാമദൂതനായി കൃത്യം നിർവഹിച്ചു. ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാർക്ക് വേണ്ടി ദുര്യോധനൻ്റെ സഭയിൽ ദൂതനായി തൻ്റെ കൃത്യം നിർവഹിച്ചു. രണ്ടുപേരും ബ്രഹ്മചാരികളാണ്. ശ്രീകൃഷ്ണൻ അനാദി ബ്രഹ്മചാരിയാണ്. ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. രണ്ടുപേരും ആദ്യവധം ചെയ്തത് ഒരു സ്ത്രീയെയാണ്. ഹനുമാൻ സിംഹികയെയും ശ്രീകൃഷ്ണൻ പൂതനയെയും. രണ്ടുപേരും ഭാരതയുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷം നിന്നു. ശ്രീകൃഷ്ണൻ അർജുനൻ്റെ സാരഥിയായും ഹനുമാൻ കൊടിക്കൂറയായും. ഹരേ കൃഷ്ണ നമോസ്തുതേ. ആഞ്ജനേയ നമഃ. നന്ദി.